ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ സാർ? എന്റെ ക്യാബിനിലെ ഡെമോ പീസൊക്കെ മാറ്റി കുറച്ച് പുതിയ ഐറ്റം. ശരി സാർ. ഇയാള് പോയി കടുപ്പത്തിൽ നല്ലൊരു ചായ ഇടും. ശരി സാർ. പാർവതി, ഗുഡ് ബൈ. കർണാര സാർ. വരൂ സാർ. സാർ, ഞാനൊരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാ. ക്ലയൻറ്റിനെ കാണിക്കാൻ എനിക്കൊരു ഷർട്ട് വേണം. നല്ല വൃത്തിയായിട്ട് അയൺ ചെയ്തൊരു പീസ്. അയൺ ചെയ്ത് വെച്ച ഷർട്ടുകൾ ഇവിടെ ഉണ്ട് സാർ. 3-4 ഞാൻ എടുത്തിട്ട് വരാം. സാറിന് ഇഷ്ടപ്പെട്ടത് സാർ കൊണ്ടുപോയിക്കോളൂ. നേരത്തെ അയൺ ചെയ്ത് വെച്ചൊന്നും വേണ്ട, ഫ്രഷായി അയൺ ചെയ്തത് വേണം. അയ്യോ, ആഴ്ചയിൽ 3 ദിവസമാണ് അയൺ വർക്ക്. ഇന്നില്ല, അതുകൊണ്ട് ആ സെക്ഷനിൽ ആളില്ല. ഒരു ഷർട്ട് അയൺ ചെയ്യാൻ ആ സെക്ഷനിലെ ആൾ തന്നെ വേണോ? ആരെങ്കിലും പോരെ? അത് ഒരു പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ ഇവിടെ, അവളോട് പറയേ, അവള് ചെയ്തു തരും. അതൊരു പട്ടികാട്ടുകാരിയാണ് സാർ. മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാത്തവള്. മണ്ണും പിണ്ണാക്കും അറിയാത്തവരെയാണോ ഓഫീസിൽ ജോലിക്ക് വെച്ചിരിക്കുന്നത്? ഷർട്ട് അയൺ ചെയ്യാൻ അറിയാമോ എന്ന് അവളോട് ചോദിക്കേ. ശരി സാർ. പാർവതി, നിനക്ക് ഷർട്ട് അയൺ ചെയ്യാൻ അറിയോ? എന്താ സർ? ഷർട്ട് ഇസ്തിരിടാൻ അറിയോന്ന്? അറിയാം സർ. എങ്കിൽ അതിൽ നല്ലൊരു ഷർട്ട് എടുത്ത് നന്നായി ഇസ്തിരിയിട്ട് അരവിന്ദ് സാറിന് കൊടുക്ക്. ശരി സർ. കുറച്ച് അർജന്റാണ്, പെട്ടെന്ന് വേണം. ശരി സർ. പാർവതി, ഇവനെന്തിന് ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇവിടെ വരൂ. എന്താ സർ? ദിസ് ഈസ് ഫോർ യു. ഇത് നിനക്കാണെന്ന്. ഇതെന്താ സർ? ഞാനൊരു ചെറിയ ട്രിപ്പ് പോയിരുന്നു, അപ്പൊ നിന്നെ ഓർമ്മ വന്നു. നിനക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാ. അയ്യോ, എന്തിനാ സർ ഇതൊക്കെ? നിനക്കല്ലാതെ ഞാനിത് വേറെ ആർക്കാ കൊടുക്കാൻ? നമ്മുടെ കമ്പനി മറയാക്കി ഡ്രഗ്സ് കടത്തുന്നത് വെളിച്ചത്തുണ്ടെന്ന് നീയല്ലേ? നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗവൺമെന്റ് ഒരുപക്ഷെ ഈ കമ്പനി പൂട്ടി സീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിനക്കല്ലാതെ വേറെ ആർക്കാ ഇത് സ്വീകരിക്കാനുള്ള അർഹത? എനിക്കിതൊന്നും വേണ്ട സർ. സാറ് എനിക്കും എന്റെ കൂട്ടുകാരികൾക്കും വിരുന്ന് തന്നില്ലേ, അതെന്നെ ധാരാളം. ഇത് എന്റെ നന്ദിയാണ്, എന്റെ സ്നേഹമാണ്. ഇത് നീ വാങ്ങിയില്ലെങ്കിൽ എന്റെ മനസ്സ് നീ തിരിച്ചറിയുന്നില്ലെന്ന അർത്ഥം. എന്റെ മനസ്സ് നിറയെ നിന്നോടുള്ള നന്ദിയാ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്ലീസ് പാർവതി.
ഞാനല്ലേ പറയേണ്ടത്. താങ്ക്സ്. കരുണാകരൻ സാറ് എന്നൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ സാർ. പൊയ്ക്കോളൂ. ആഹാ, നീ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇത്രയധികം പരിഗണന നൽകാൻ അവൾ എന്ത് കാര്യമാ ചെയ്തത്? നീ എവിടെ പോയാലും എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരും. പക്ഷേ ഇത്തവണ എനിക്ക് മാത്രമല്ല, അവൾക്ക്. അതും അവൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ്. എനിക്ക് ഇതും. അല്ല, എന്താ ഇതിന്റെ അർത്ഥം? പറയേ കൈലാസ്. മുക്ത, സ്വന്തം ജീവൻ പണയം വെച്ച അവൾ ഈ കമ്പനിയെ രക്ഷിച്ചത്. അപ്പോ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ? നീ പറയുന്ന സത്യമാണോ? മര്യാദ കാണിക്കാൻ വേണ്ടി മാത്രമാണോ നീ ആ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തത്? അല്ലാതെ പിന്നെ വിട്ടോ? എന്നെ വിട്ട് അവളുടെ പുറകെ പോവാൻ കൈലാസ് അത്ര മണ്ടനാണോ? വെറുതെ ടെൻഷൻ അടിച്ചു.